വിശദമായി തന്നെ കിടക്കാം. കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ DNA പരിശോധനാ ഫലം ഒരുപക്ഷെ ഇന്ന് ലഭിച്ചേക്കും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് പരിശോധന നടക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൈമാറുന്ന പരിശോധനാ റിപ്പോർട്ട് ഈ മാസം 29-ന് കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് പരമാവധി 2 ദിവസം അല്ലേ DNA പരിശോധന ലഭിക്കാൻ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ലഭിച്ചേക്കാം. ഇന്ന് ലഭിച്ചാൽ തന്നെ അത് പുറത്തറിയണമെന്ന് ആവശ്യമില്ല അല്ലേ? കോടതിയിൽ അറിയിക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായും അനുപമയോടും അജിത്തിനോടും കഴിഞ്ഞ ദിവസം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ DNA പരിശോധനാ ഫലം ലഭ്യമാകും എന്നുള്ളതാണ്. അത് ഇന്ന് CWCക്ക് കൈമാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും CWCക്ക് ആണ് ഫലം കൈമാറുന്നത്. ഇത് സ്വകാര്യത സംബന്ധിച്ച വിഷയമായതുകൊണ്ട് തന്നെ മറ്റ് പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലൂടെ റിപ്പോർട്ട് കൈമാറുക എന്നുള്ളത് ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ കോടതിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏജൻസിയെയോ ഇവിടെയാകുമ്പോൾ CWC ആയിരിക്കും ഇത് ഏൽപ്പിക്കുക. CWC ആണ് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. നിലവിൽ 30-ാം തീയതിക്ക് മുൻപ്, അതായത് 30-ാം തീയതിയാണ് ഇനി കേസ് പരിഗണിക്കുന്നത് കോടതി. അതിനു മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് CWCയുടെ തീരുമാനം. ആ റിപ്പോർട്ട് ഇന്നോ നാളെയോ ലഭിച്ചു കഴിഞ്ഞാൽ 29-ന് മുൻപ് തന്നെ സമർപ്പിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് CWCക്ക് ഉള്ളത്. കാരണം ഇതിൽ കുട്ടിയുടെ ബയോളജിക്കൽ പാരൻസ് അജിത്തും അനുപമയുമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിലിനി മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല. കുഞ്ഞിനെ ബയോളജിക്കൽ പാരൻസ് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു തീർപ്പിലേക്ക് എത്തണമെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്നൊരു നിർണായക ദിവസമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതിനെ CWCക്ക് ഏൽപ്പിക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് CWC അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും കുഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ച പാളയത്തെ നിർമ്മല ശിശുഭവനിൽ തന്നെയാണുള്ളത്. കുഞ്ഞിന് വൈദ്യപരിശോധനയും എല്ലാം പൂർത്തിയായും കഴിഞ്ഞു. എന്തായാലും കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു, നാട്ടിൽ തന്നെയുണ്ട്. അനുപമയ്ക്ക് കുഞ്ഞിനെ കാണണം എന്നുള്ള ഒരാവശ്യം CWCയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് CWC അധികൃതർ ഇപ്പോൾ. കാരണം എല്ലാം നിയമപരമായി പോകട്ടെ, നിയമപരമായ ചില തടസ്സങ്ങൾ അതിനുണ്ട് എന്നുള്ള നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് ഇത്തരത്തിൽ DNA പരിശോധന ഫലം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് വേണമെങ്കിൽ CWCക്ക് ഇത്തരത്തിൽ അനുപമയ്ക്ക് കുഞ്ഞിനെ കാണാനുള്ള അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അക്കാര്യങ്ങളും ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി പരിഗണിക്കുകയും ചെയ്യും. ഗോപി, അതായത് ഉമേഷ്, 30-നാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. അതുവരെ അവിടെ ഇനി എന്ത് സംഭവിക്കും എന്നത് അറിയുന്നത് വരെ കുഞ്ഞിവിടെ കേരളത്തിൽ തന്നെ തുടരേണ്ടി വരും അല്ലേ? തീർച്ചയായും കുഞ്ഞെന്തായാലും കേരളത്തിൽ തന്നെ തുടരേണ്ടി വരും. 30-ാം തീയതി DNA പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ തിരിച്ചെന്തായാലും സ്വാഭാവികമായി കുട്ടിയുടെ അച്ഛനും അമ്മയും അജിത്തും അനുപമയുമാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ കൈമാറുക, അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ ഫാദർ ആൻഡ് മദർ ഇവരാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് കുഞ്ഞിനെ വിട്ടു നൽകണമെന്നുള്ളൊരു റിപ്പോർട്ട്. കാരണം നിലവിൽ തന്നെ ദത്ത് കൊടുത്തൽ നടപടി അത് പൂർണ്ണമാവണമെങ്കിൽ 2 വർഷത്തോളം എടുക്കും. അത് ഓരോ 6 മാസം കൂടുന്തോറും ശിശുക്ഷേമ സമിതി അധികൃതർ ഈ ദത്ത് നൽകിയ വീട്ടിലെത്തി കുട്ടിയുടെ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ 2 വർഷത്തിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ശിശുക്ഷേമ സമിതിക്ക് കുഞ്ഞിൻ്റെ സാഹചര്യം ശരിയല്ല, അല്ലെങ്കിൽ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യം ദത്ത് കൊടുത്ത കുടുംബത്തിലില്ല എന്ന് കണ്ട് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബയോളജിക്കൽ പാരൻസ് എത്തി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാലും തിരിച്ചെടുക്കാം. ആ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിയമപരമായി ഇത്തരത്തിൽ കുഞ്ഞിനെ അനുപമയ്ക്കും അജിത്തിനും വിട്ടു നൽകണമെന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് CWCക്ക് മറ്റ് നിയമ തടസ്സങ്ങളില്ല എന്നാണ് അധികൃതരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ DNA പരിശോധനാ ഫലം ഇവർക്ക് അനുകൂലമാണ് എങ്കിൽ വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. 30-ാം തീയതിക്ക് മുൻപ് തന്നെ കോടതിയിൽ സമർപ്പിക്കും. ആ രീതിയിൽ, അതായത് 29-ന് മുൻപ് തന്നെ സമർപ്പിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് CWC അധികൃതർ പറയുന്നത്. കാരണം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അധികൃതരുമായി സംസാരിച്ചപ്പോൾ നേരത്തെ തന്നെ DNA പരിശോധനാ ഫലം നൽകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ, അതായത് 30-ാം തീയതിക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം CWC അധികൃതർ പറയുന്നത്. എന്തായാലും കുഞ്ഞിനെ വിട്ടു നൽകിയ അനുപമയ്ക്കും അജിത്തിനും വിട്ടു നൽകിയാലും അനുപമയും അജിത്തും സമരം ഇതേ രീതിയിൽ തുടരുമോ എന്നുള്ളത് നിർണായകമാണ്. ഇന്നോ നാളെയോ വകുപ്പുതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും.
അതിനനുസരിച്ച് ഒരുപക്ഷെ ഇത്തരത്തിൽ CWC അധികൃതർക്കോ ശിശുക്ഷേമ വകുപ്പിലെ ജീവനക്കാർക്കോ ഈ കുഞ്ഞിനെ ദത്ത് നൽകിയതിൽ നടപടിക്രമങ്ങളിൽ വീഴ്ച കണ്ടെത്തുകയോ അല്ലെങ്കിൽ കണ്ടെത്തിയില്ല എന്നുള്ള റിപ്പോർട്ടോ ആണ് സമർപ്പിക്കപ്പെടുന്നതെങ്കിൽ തുടർ നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകില്ല. പക്ഷേ അനുഭവം പറയുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ, പ്രത്യേകിച്ച് ഷിജുഖാനും CWC ജില്ലാ ചെയർപേഴ്സൺ സുനന്ദയ്ക്കും അടക്കം നടപടിയെടുക്കുന്നത് വരെ തങ്ങൾ സമരം തുടരുമെന്നാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വിട്ടു നൽകിയാലും ഈ കാര്യത്തിൽ ഒരുപക്ഷെ എന്ത് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. ശരി. ഈ സംഭവത്തിൽ വിശദീകരണവുമായി ശിശുക്ഷേമ സമിതി. ലൈസൻസ് ഇല്ലാതെയാണ് കുഞ്ഞിനെ ദത്ത് നൽകിയതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ അറിയിച്ചു. നിലവിലെ രജിസ്ട്രേഷന് അടുത്ത വർഷം വരെ കാലാവധിയുണ്ട്. പൊതുജനമധ്യത്തിൽ ശിശുക്ഷേമ സമിതിയെ അപമാനിക്കാനാണ് ശ്രമം. കുപ്രചരണങ്ങളിലൂടെ ശിശുക്ഷേമ സമിതിയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ഷിജു ഖാൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. മുൻ മിസ് കേരളയടക്കം മരിച്ച വാഹനാപകടത്തിൽ കാറിനെ പിന്തുടർന്ന് ഓടി കാർ ഓടിച്ചിരുന്ന സൈജുവിനെ ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം അപകടത്തിൽ ദുരൂഹതയില്ലെന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. ഓടി കാറിനെ പിന്തുടർന്ന സൈജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഡാനി പോൾ വിശദാംശങ്ങൾ നൽകും. ഡാനി, ഈ അപകടത്തിൽ വലിയ ദുരൂഹതയൊന്നുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും ഓടി കാർ ഡ്രൈവറെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണല്ലേ? ഇതിലെ എന്തൊക്കെ ദുരൂഹതകൾ നീക്കാനാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് പോലീസ്? ദിവ്യക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകൾ, തെരച്ചിലുകൾ, അതോടൊപ്പം തന്നെ ലഭിച്ച മൊഴികളും തെളിവുകളും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സൈജുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി നീങ്ങുന്നത്. നേരത്തെയും പോലീസ് സൈജുവിനെ വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സൈജു പോലീസിന്റെ ഒരു പരിധിയിൽ നിന്ന്, അതായത് പോലീസിന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മാറുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ ലഭിച്ച മൊഴികൾ വളരെ നിർണായകം തന്നെയാണ്. പലതും തന്നെ പ്രത്യേകിച്ച് സൈജുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായ ഒരു അന്വേഷണങ്ങളടക്കം പോലീസ് നടത്തിയിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളെല്ലാമാണ് പ്രത്യേകിച്ച് സൈജുവിൽ നിന്ന് വീണ്ടും അറിയേണ്ടതുള്ളത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇയാളെ വിളിച്ചു വരുത്തുന്നത്. പ്രത്യേകിച്ച് മോഡലുകൾ അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സൈജുവുമായി ഏതെങ്കിലും രീതിയിലുള്ളൊരു വാക്കുതർക്കമോ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായി ഓവർ സ്പീഡാണ്, വേഗത കുറച്ചു പോകണം, അല്ലെങ്കിൽ മദ്യപിച്ചതുകൊണ്ട് വാഹനം ഓടിക്കേണ്ട എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇദ്ദേഹം പോയത് എന്നാണ് പോലീസിന് സംശയമുള്ളത്. അതുകൊണ്ട് ഇയാളുടെ മൊഴികൾ അപ്പാടെയും പോലീസ് എടുത്തിട്ടുമില്ല. അതോടൊപ്പം തന്നെ അറസ്റ്റിലായ അബ്ദുൾ റഹ്മാൻ, ഈ മോഡലുകളുടെ വാഹനത്തിന്റെ ഡ്രൈവർ, ഇദ്ദേഹത്തിന്റെ മൊഴി എടുത്തതിന് ശേഷം സൈജുവിനെ വിളിച്ച് വരുത്തിയിട്ടുമില്ല. ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ വീണ്ടും വിളിച്ചത്. അബ്ദുൾ റഹ്മാൻ നൽകിയ മൊഴി എന്താണ് ഈ സൈജുവിനെ കുറിച്ച്? അബ്ദുൾ റഹ്മാൻ 2 തവണ മോഡലുകളുമായിട്ട് സംസാരിച്ചു എന്നത് അബ്ദുൾ റഹ്മാൻ പറയുന്നുണ്ട്. കാരണം അത് അബ്ദുൾ റഹ്മാന്റെ ഒരു സാന്നിധ്യത്തിലുമായിരുന്നില്ല. പ്രത്യേകിച്ച് അബ്ദുൾ റഹ്മാൻ ഇവർ പറയുന്നത് സൈജു അവരോട് അവിടെ തങ്ങണം, ഈ അവസ്ഥയിൽ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതോടൊപ്പം കുണ്ടന്നൂർ ഭാഗത്ത് വെച്ച് കാറ് ഇവരുടെ വട്ടം നിർത്തുകയും അതോടൊപ്പം ഇവരോട് നിങ്ങൾ ഈ രീതിയിൽ പോകേണ്ടതില്ല, ഇവിടെ ഹോട്ടലുകളിൽ തങ്ങാം, അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാമെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അത് ഏതു സാഹചര്യത്തിലെന്ന് കൂടി ഇയാൾ വിശദീകരിക്കേണ്ടി വരുന്നു. ഇതും മാത്രവുമല്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് അനുബന്ധമായ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പോലീസ് ഹാർഡ് ഡിസ്ക് സംബന്ധിച്ചൊരു പരിശോധനകൾ നടത്തിയത്. പക്ഷെ ആ പരിശോധനകൾ എങ്ങും എത്തിയില്ല. അതോടൊപ്പം ഇത്തരം മൊഴികളിലൂടെ മാത്രം ഇനി പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു, അതായത് ഈ കേസിൽ ആദ്യം ഒരു അപകട മരണമാവുന്നു, പിന്നീട് അതിൽ ദുരൂഹത ഉണ്ടാവുന്നു എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ തന്നെയാണ് അതിൽ ദുരൂഹത വരുന്നത്. അപ്പോൾ ദുരൂഹത ഇല്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ എന്താണ് പോലീസിനുള്ള വ്യക്തത? ആ വ്യക്തതയ്ക്ക് കാരണം കൃത്യമായ തെളിവില്ലാത്തതാണോ അതോ മൊഴികളാണോ? ഗോപി, ഇക്കാര്യത്തിൽ പോലീസ് ഇതിലെ ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് ശേഷം അപകടം സംഭവിച്ച ദുരൂഹതയില്ല എന്ന് പറയുന്നു. കാരണം വാഹനം വേഗത്തിൽ ഓടിച്ചു, മദ്യപിച്ചതുകൊണ്ട് വാഹനത്തിന്റെ നിയന്ത്രണം അമിത വേഗതയിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ അത് ഇവർ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിച്ചിരുന്നത്. അങ്ങനെ വന്നപ്പോൾ കാർ പിന്തുടർന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്
ഹോട്ടലിൽ വെച്ച് അവിടെ തർക്കമുണ്ടായി എന്ന് പറയപ്പെടുന്ന ചില മൊഴികളിലേക്ക് വരുന്നത്. രണ്ടും ചേർത്തുകൊണ്ടാണ് പോലീസ് അതിന്റെ ഒരു കാര്യകാരണങ്ങൾ ചെയ്യാനാണ് പോലീസ് സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ദുരൂഹത എന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ മാറുന്നത്. അത് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തിയത്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇവർ ഇറങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും എല്ലാം സംബന്ധിച്ച് ചില ദൃശ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നടക്കം മറ്റ് ചില ആംഗിളുകളിലെ ക്യാമറകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പോലീസിന് അത്തരം കാര്യങ്ങളിൽ വലിയ സംശയങ്ങളില്ല. അതായത് ഡാനി, നമ്പർ 18 ഹോട്ടലിൽ എന്ത് സംഭവിച്ചു എന്നതിലാണ് ഇനിയൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് വരേണ്ടത്, അല്ലേ? തീർച്ചയായും നമ്പർ 18 ഹോട്ടലിൽ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചാണ് പോലീസിന് നിലവിൽ മൊഴികൾ, അതിന് സഹായകരമാവുന്ന മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിന് അത് മാത്രം പോരാതെ മറ്റെന്തെങ്കിലും ഒരു തെളിവ് കൂടി വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ കൂടി കോടതിയും ആരായാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹാർഡ് ഡിസ്കിന് വേണ്ടിയുള്ളൊരു തെരച്ചിലടക്കം നടത്തിയത്. പക്ഷെ അതെല്ലാം തന്നെ വിഫലമായിരുന്നു. കാരണം വലിയ ചെളി നിറഞ്ഞ കായലിലേക്ക് സാധാരണ രീതിയിലുള്ളത് തികച്ചും മാനുവലായ തെരച്ചിൽ കൊണ്ട് യാതൊരു ഗുണവും ചെയ്യില്ല. അത് പലരും ചൂണ്ടിക്കാട്ടിയതാണ്. എങ്കിലും പോലീസും അഗ്നിശമന സേനയുടെ മുങ്ങൽ വിദഗ്ധരും ആവും വിധം അത് ശ്രമിച്ചു. പക്ഷെ അതിന് സാധ്യമായില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ ഇതുവരെ ലഭിച്ച മൊഴികളും അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്പർ 18 ഹോട്ടൽ ഉടമയെ ഒരുപക്ഷെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയിലേക്ക് പോലീസ് പോകുന്നുണ്ട്. കാരണം അത് മറ്റൊന്നും കൂടിയല്ല, ഈ ലഭിച്ച മൊഴികളുടെ ഒരു അടിസ്ഥാനത്തിലൊരു വിശദീകരണത്തിനാണ് സൈജുവിനെയും വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് നീങ്ങുന്നത്. ഏതായാലും ഇതൊരു അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് പോലീസ് സൂചന നൽകുന്നത്. പ്രത്യേകിച്ച് ഹോട്ടലിൽ നടന്നത് സംബന്ധിച്ച് മാത്രമേ ഒരു ദുരൂഹത എന്ന് പറയാവുന്ന ഒരു വാക്കുകൊണ്ട് എന്തെങ്കിലും ആവശ്യം അത് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഓക്കെ. ഏതായാലും മറ്റു വിഷയങ്ങളിലേക്ക് വരാം. സ്വർണ്ണക്കടത്ത് കേസിലെ കൂടുതൽ പ്രതികൾ ഇന്ന് ജയിൽ മോചിതരാകും. സരിത്ത്, റമീസ്, മുഹമ്മദ് ഷാഫി, ജലാൽ എന്നിവരാണ് പുറത്തിറങ്ങുക. കസ്റ്റംസ് കേസുകളിൽ ഇവർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കരുതൽ തടങ്കൽ കാലാവധി പൂർത്തിയായതോടെയാണ് ഇവർ ജയിൽ മോചിതരാകുന്നത്. അതേസമയം ജാമ്യാവസ്ഥയിൽ ഇളവ് തേടി സ്വപ്ന സുരേഷ് നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകും. മറ്റു പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവിൽ നിന്നുമാണ് മറ്റുള്ളവരെക്കുറിച്ച് വിവരം ലഭിച്ചത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. RSS നേതാവ് സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പേരിൽ ഒരാളാണ് അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പാലക്കാട് ജില്ലയിലെ പ്രധാന നേതാവാണ് അറസ്റ്റിലായ യുവാവ്. രാഷ്ട്രീയ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പാലക്കാട് SP വ്യക്തമാക്കി. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ പ്രതിയുടെ പേരും വിലാസവും ചിത്രവും പുറത്തുവിടാനാവില്ലെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് വരും ദിവസങ്ങളിലുണ്ടാവും. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാരവാഹിത്വമുള്ള പ്രവർത്തകനാണ്. കൊലപാതകത്തിൽ പങ്കെടുത്ത മറ്റ് പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് SP പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും അന്വേഷണ സംഘം പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. CPM ബ്രാഞ്ച് സമ്മേളനത്തിന്റെ തലേന്ന് ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് കാണാതായ പാർട്ടി അംഗം സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട 4 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. CPM വിഭാഗീയതയാണ് മത്സ്യത്തൊഴിലാളി കൂടിയായ സജീവനെ കാണാതായതിന് പിന്നെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സജീവനെ കാണാതായി 2 മാസം പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. CPM തോട്ടപ്പള്ളി പൂത്തോപ്പ് ബ്രാഞ്ച് സമ്മേളന തലേന്നാണ് സമ്മേളന പ്രതിനിധിയായ സജീവനെ കാണാതാകുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തോട്ടപ്പള്ളി ഹാർബറിൽ മടങ്ങിയെത്തിയതിനു ശേഷം പിന്നെ ഇതുവരെ സജീവനെ ആരും കണ്ടിട്ടില്ല. CPM വിഭാഗീയതയുടെ ഭാഗമായി സജീവനെ മറുവിഭാഗം കടത്തിക്കൊണ്ടുപോയതാകാമെന്ന ആരോപണം ആദ്യം കുടുംബവും പിന്നെ കോൺഗ്രസും ഉന്നയിച്ചു. പോലീസുകാരാണേലും ഊർജിതമായിട്ട് തിരക്കുന്നുണ്ടെന്നൊരു അറിവ് മുഖ്യമന്ത്രിക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആരെയും അങ്ങനെ പിന്നെ ആര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഭർത്താവിനെ എനിക്ക് കൊണ്ടുതരണം. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ CPM പ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്തത്. തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സോമൻ, സത്യദാസ്, പ്രസന്നൻ, രഘു, സുധാകരൻ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ഇതിൽ 3 പേരെ പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. മറുപടികളിൽ അവ്യക്തത നിലനിൽക്കുന്നതിനാലാണ് രണ്ടാമതും വിളിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. തുടർ ദിവസങ്ങളിൽ കൂടുതൽ CPM പ്രവർത്തകരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കേസ് CBI അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലപാടിലാണ് സജീവന്റെ കുടുംബവും. ന്യൂസ് 18 ആലപ്പുഴ.
+1 സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ സൗകര്യമുള്ള സ്കൂളുകളുടെ വിവരങ്ങൾ കൈമാറാൻ ഹയർ സെക്കൻഡറി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും താൽക്കാലിക ബാച്ചിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം +1 രണ്ടാം ഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ധന വില വർധനയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഇന്ന് CPM സമരം. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ധർണയിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് A. വിജയരാഘവനും ആനത്തലവട്ടം ആനന്ദനും ധർണയ്ക്ക് നേതൃത്വം നൽകും. കൊല്ലത്ത് തോമസ് ഐസക്, തൊടുപുഴയിൽ M. മണി, കോട്ടയത്ത് KJ തോമസ്, പെരുമ്പാവൂരിൽ MC ജോസഫൈൻ, കണ്ണൂരിൽ EP ജയരാജൻ, പിലാത്തറയിൽ PK ശ്രീമതി തുടങ്ങിയവർ പങ്കെടുക്കും. ശബരിമലയിൽ തീർത്ഥാടനകാലം. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. 7 മണിവരെ 3000 പേരാണ് മല കയറിയത്. ശബരിമലയിലും സന്നിധാനത്തും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ പമ്പയിൽ നിന്നും VS അനു സന്നിധാനത്തു നിന്നുമാണ് ചേരുന്നത്. ആദ്യം അനുവിലേക്കാണ്. അനു, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിവ് ദിവസങ്ങളായിരുന്നു, അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായേക്കാം. ഇന്നെങ്ങനെയാണ് അവസ്ഥ? സന്നിധാനത്തെ സംബന്ധിച്ച് ഇന്ന് ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലത്തെ മണിക്കൂറുകളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് വലിയ തിരക്ക് കുറവാണ്. ഇന്ന് മുഴുവൻ ബുക്കിംഗ്, ടോട്ടൽ ബുക്കിംഗ് പോലും 10,000 താഴെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഭക്തരുടെ എണ്ണം സന്നിധാനത്ത് കുറവായിരിക്കും എന്നൊരു കണക്കൂട്ടലാണ് ഉള്ളത്. മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ സന്നിധാനത്ത് ചെറിയ രീതിയിലുള്ള മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ഒരു നല്ല കോടയും മഞ്ഞുമുള്ള ഒരു സാഹചര്യം കൂടെയാണ്, ഒരു കാലാവസ്ഥ കൂടെയാണ് സന്നിധാനത്ത് ഇന്നുള്ളത്. രാവിലെ മഴയുണ്ടായിരുന്നു, അതുപോലെ ഈ മഞ്ഞും കോടയും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ഇന്ന് ഏതായാലും സന്നിധാനത്തെ സംബന്ധിച്ച് ആളുകളുടെ എണ്ണം, എത്തുന്ന ഭക്തരുടെ എണ്ണം വലിയ കുറവ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ഫ്ലൈ ഓവറിലൊക്കെ വലിയ തിരക്ക് ഈ ആദ്യ മണിക്കൂറുകളിൽ. അനു ചോദിച്ചോളൂ, ഞാൻ തിരിച്ചു വരാം. ഞാൻ സനോജിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അനു ഒന്ന് പിന്നെ ശബ്ദം ശരിയായിക്കോളും. സനോജ്, പമ്പയിൽ എന്താണ് അവസ്ഥ? ഗോപി, കഴിഞ്ഞ 3 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തീർത്ഥാടകരുടെ വരവിൽ നേരിയ കുറവുണ്ട്. ഇന്നലെ 13,248 തീർത്ഥാടകരാണ് ദർശനത്തിനായി പമ്പയിൽ നിന്നും മല കയറിയത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെ. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ കണക്കെടുക്കുകയാണെങ്കിൽ 12,174 പേരായിരുന്നു ശനിയാഴ്ച എത്തിയത്. അത് ഞായറാഴ്ച ആയപ്പോഴത്തേക്കും 12,574 എത്തി. ഇന്നലെ അത് 13,248 എത്തിയിരിക്കുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി തീർത്ഥാടകരുടെ വരവ് വർദ്ധിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങൾ. എന്നാൽ ഇന്നത്തെ കണക്ക് പ്രകാരം ഇന്ന് 3,338 തീർത്ഥാടകരാണ് ഈ സമയം വരെ മല ചവിട്ടിയതായി വെർച്വൽ ക്യൂവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ 4,000-ലധികം തീർത്ഥാടകർ മല കയറിയ സമയമായിരുന്നു ഈ സമയം. എന്നാൽ അതിൽ നിന്നും ഒരു 1,000-ഓളം തീർത്ഥാടകരുടെ കുറവ് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുലർച്ചെ അനു പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെ 3:30 പമ്പയിലും നേരിയ തോതിൽ മഴ പെയ്തിരുന്നു. ഒരു അരമണിക്കൂറോളം ചാറ്റൽ മഴയാണ് തുടർന്നത്. അത് രാവിലെ ദർശനത്തിന് വേണ്ടി മല കയറിയ തീർത്ഥാടകർക്ക് അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുവെങ്കിലും പിന്നീട് മഴ മാറുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ആകാശം മേഘാവൃതമാണ്. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും കാര്യമായ തീർത്ഥാടകരുടെ വരവിൽ കാര്യമായ കുറവില്ല എന്നുള്ളതും ആശ്വാസകരം തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ചില നിർണായകമായ തീരുമാനങ്ങൾ ഇന്നും നാളെയുമായി ശബരിമല ദർശനവുമായി ഉണ്ടാവും. കാരണം അതിൽ പ്രധാനപ്പെട്ടത് പരമ്പരാഗത പാത, അതായത് നീലിമല വഴി ഉള്ള ദർശനം അനുവദിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പമ്പയിലെ സ്നാനം അനുവദിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പമ്പയിലെ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി നാളെ സന്നിധാനത്തെത്തുകയാണ്. അദ്ദേഹം ഇന്ന് 2 ദിവസം തൃശ്ശൂർ ജില്ലയിലാണുള്ളത്. നാളെ അദ്ദേഹം സന്നിധാനത്തെത്തും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും സന്നിധാനത്ത് നാളെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇളവുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം നെയ്യഭിഷേകം, പരമ്പരാഗത പാത തുറന്നു കൊടുക്കുക, ദൂരദേശത്തു നിന്നും വരെ തീർത്ഥാടകർക്ക്
സന്നിധാനത്ത് വൈകുന്നേരങ്ങളിൽ വിരിവയ്ക്കാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. ആ കാര്യത്തിലേക്ക് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബോർഡുള്ളത്. സനോജ് പറഞ്ഞ പോലെ ഇത്തരം കൂടുതൽ ആൾക്കാർ ഭക്തർ എത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്ന് കുറവാണ്, ശരിയാണ്, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ, അല്ലേ അനു? തീർച്ചയായും ഗോപി, കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ മാറിയത് കൂടി തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇന്ന് ഒരു ചെറിയ കുറവ് ഈ ഭക്തരുടെ എണ്ണത്തിലുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ഇന്നലെ ADMന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ കാനനപാത വഴിയുള്ള തീർത്ഥാടനം, അതുകൂടാതെ തന്നെ പമ്പാ സ്നാനം, നെയ്യഭിഷേകം തുടങ്ങിയ കാര്യങ്ങളിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ആവശ്യം ഇന്ന് മുഖ്യമന്ത്രി നേരിൽ കണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ഇക്കാര്യം ആവശ്യപ്പെടും. ആ ഒരു ഇളവുകൾ കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായും വലിയ തിരക്ക്, അല്ലെങ്കിൽ സ്വാഭാവികമായ തീർത്ഥാടന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ, പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അവരെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ ദിവസത്തെ ഒരു പ്രതികൂല കാലാവസ്ഥ മാറിയതോടുകൂടി കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്കും ശബരിമലയിലേക്കും വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടാൻ തന്നെയാണ് സാധ്യത. ഗോപി, ശരി. പമ്പാ നിരക്കിൽ സർവീസിനായി ശബരിമല തീർത്ഥാടകരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതായി പരാതിയുണ്ട്. കഴിഞ്ഞ വർഷം 40 രൂപയായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇത്തവണ 50 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതേ റൂട്ടിൽ AC ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു തീർത്ഥാടകന് 80 രൂപ നൽകണം. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് 21 കിലോമീറ്ററാണ് ദൂരം. സ്വകാര്യ ടാക്സി വാഹനങ്ങൾക്ക് നിലയ്ക്കലിലാണ് പാർക്കിങ്ങിന് അനുമതി. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് പമ്പയിലേക്കുള്ള യാത്രയ്ക്ക് KSRTC മാത്രമാണ് ശരണം. എന്നാൽ പമ്പ വരെ ബസ്സിൽ സഞ്ചരിക്കാൻ 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കഴിഞ്ഞ വർഷം ഇത് 40 രൂപയായിരുന്നു. AC ബസ്സിൽ സഞ്ചരിക്കാൻ ആളൊന്നിന് 80 രൂപ നൽകണം. ഇത് ഭക്തരെ കൊള്ളയടിക്കുന്ന നടപടിയാണെന്ന് തീർത്ഥാടകർ. KSRTCയുടെ മൊത്തം ഇതിന് നമ്മൾ സ്വാമിമാർ നിർത്താൻ പറ്റില്ല. പക്ഷേ ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. KSRTCയുടെ നഷ്ടം അയ്യപ്പന്മാരിൽ നിന്ന് ഈടാക്കുന്നുണ്ടോ എന്നൊരു സംശയം. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ റേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. പലയിടത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ, അവർക്കത് ഉൾക്കൊള്ളാൻ പ്രശ്നമാവില്ല. ഉത്സവ സീസണുകളിൽ KSRTC സ്പെഷ്യൽ സർവീസ് നടത്താറുണ്ടെന്നും അതിന് സ്പെഷ്യൽ തുകയാണ് ഈടാക്കുന്നത് എന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ടിക്കറ്റ് നിരക്കിലുണ്ടായ വർധനയാണ് ഇത്തവണ പമ്പ നിലയ്ക്കൽ സർവീസ് നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നും KSRTC വ്യക്തമാക്കുന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, പമ്പ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് കൂടുതൽ യാത്രാ സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ ശബരിമല ഹബിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പത്തനംതിട്ട വഴി പമ്പയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളിലെത്തുന്ന തീർത്ഥാടകർക്ക് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ വിശ്രമിച്ച ശേഷം യാത്ര തുടരാനാണ് സൌകര്യമൊരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 15 ബസ്സുകളാണ് സർവീസ് നടത്തുക. തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും വിരിവയ്ക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായ സൌകര്യങ്ങൾ ഹബിൽ ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിലെ കാണിക്ക സമർപ്പണവും ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക്. ധനലക്ഷ്മി ബാങ്കിന്റെ സഹകരണത്തോടെ ഈ കാണിക്ക സംവിധാനം സന്നിധാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇന്നലെ ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിലാണ് ഈ കാണിക്ക പ്രവർത്തനം ആരംഭിച്ചത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി N പരമേശ്വരൻ നമ്പൂതിരിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ കാണിക്കയിലൂടെ ശബരിമലയിലേക്ക് വീട്ടിലിരുന്നും കാണിക്ക അർപ്പിക്കാം. സന്നിധാനത്ത് പ്രത്യേകം ക്രമീകരിച്ച 20 ഇടങ്ങളിലാകും QR കോഡ് പ്രദർശിപ്പിക്കുക. QR കോഡ് 20 ഏരിയ പറഞ്ഞിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നിട്ടുണ്ട്. ഈ കാണിക്ക വഴി എത്ര തുകയും കാണിക്കയായി നൽകാം. ഇടപാടുകളുടെ സുരക്ഷിതത്വം ധനലക്ഷ്മി ബാങ്ക് ഉറപ്പുവരുത്തും. അപ്പം അരവണ കൗണ്ടറുകളിലും ഓൺലൈൻ പണം ഇടപാടിന് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18, സന്നിധാനം. എതിർപ്പുകൾ മുഖവിലയ്ക്കെടുക്കാതെ സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽപാതയ്ക്കുള്ള നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. പാത കടന്നുപോകുന്ന 11 ജില്ലകളിലായി 1221 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. രണ്ടാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ അതിവേഗ റെയിൽപാത.
നിയമസഭയിലും പുറത്തും പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ് UDF-ഉം NDA-യും. പക്ഷേ എതിർപ്പുകൾ കണക്കിലെടുക്കാതെ അതിവേഗ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. അതിവേഗ സിൽവർ ലൈൻ റെയിൽ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിന് ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി. ഡെപ്യൂട്ടി കളക്ടർ അനിൽ ജോസിനെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 11 തഹസിൽദാർമാർ ഡെപ്യൂട്ടി കളക്ടർക്ക് കീഴിലുണ്ടാകും. 11 ജില്ലകളിലായി 1221 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. പാതയ്ക്കായി കണ്ടെത്തിയ ഭൂമിയിൽ അതിരടയാളപ്പെടുത്തി കല്ലിടൽ പുരോഗമിക്കുകയാണ്. വില നിശ്ചയിച്ച ശേഷമാകും ഭൂമി ഏറ്റെടുക്കൽ. പുനരധിവാസം കൂടി കണക്കാക്കിയാൽ ആകെ 1383 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത്. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിൽ പാടശേഖരങ്ങളിലൂടെ 88 കിലോമീറ്റർ പാത നിർമ്മിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയതോടെ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും ഉയരും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ജില്ലയിൽ ലൈസൻസ് ഇല്ലാതെ അഭയകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സാമൂഹ്യനീതി വകുപ്പ്. വൃദ്ധയെ അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ മർദ്ദിച്ചെന്ന പരാതിയിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വകുപ്പിന്റെ തീരുമാനം. അതേസമയം വൃദ്ധയെ മർദ്ദിച്ചിട്ടില്ല എന്നും CPM ഗൂഢാലോചനയാണ് അഭയകേന്ദ്രം അടച്ചുപൂട്ടാൻ കാരണമെന്നുമാണ് നടത്തിപ്പുകാരൻ സജീവൻ പറയുന്നത്. വൃദ്ധയ്ക്ക് മർദ്ദനമേറ്റ അഞ്ചൽ അർപ്പിത അഭയകേന്ദ്രത്തിൽ നിന്ന് അന്തേവാസികളെ കലയപുരത്തെ അഭയകേന്ദ്രത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം മാറ്റിയത്. 22 അന്തേവാസികൾ ഉള്ളതിൽ 12 പേരുടെ മേൽവിലാസം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചു. ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറായാൽ ഇവരെ വീടുകളിലേക്ക് മടക്കി അയക്കാനാണ് തീരുമാനം. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിന്ന് മതിയായ കാരണങ്ങളില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ബന്ധുക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. വിവാദമായ അഭയകേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന അന്തേവാസികളിൽ പലരും കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്നും ചികിത്സയോ കൃത്യമായ പരിചരണമോ ലഭിച്ചിട്ടില്ലെന്നുമാണ് വകുപ്പിന്റെ കണ്ടെത്തൽ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അടച്ചുപൂട്ടും. അതേസമയം മുൻ പാർട്ടി പ്രവർത്തകനായിരുന്ന തന്നെ തേജോവധം ചെയ്യുന്നതിന് CPM ഒരുക്കിയ നാടകമാണ് വിവാദമെന്നാണ് നടത്തിപ്പുകാരൻ സജീവന്റെ ആരോപണം. ഇതൊരു പ്ലാന്റ് ഈ സ്ഥാപനത്തിനും എന്നെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുൻപിനാലെ നടന്നു വരുന്ന ഒരു പ്ലാന്റ് ഓപ്പറേഷന്റെ ഭാഗമായി വന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അഭയകേന്ദ്രം അടച്ചുപൂട്ടിയത്. ന്യൂസ് 18 കൊല്ലം. പലിക്കരയിലെ ടോൾ പിരിവ് 1000 കോടിയിലേക്ക്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ് നിർമ്മാണ ചെലവിനേക്കാളധികം രൂപ പിരിച്ചെടുക്കുന്നത്. ടോൾ പിരിവിനുള്ള കാലാവധി 2 വർഷം കൂടി നീട്ടി നൽകിയതിനും ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനുമെതിരായ കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പാലിയേക്കര ടോൾ പ്ലാസയിലെ കരാർ കമ്പനിയുടെ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ ടോൾ പിരിവ് 1000 കോടിയിലെത്താൻ ഇനി ഏതാനും മാസങ്ങൾ മതി. ഏറ്റവും ഒടുവിലായി ദേശീയപാത അതോറിറ്റി നൽകിയ വിവരത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 31 വരെ 957.68 കോടി രൂപ കരാർ കമ്പനി പിരിച്ചെടുത്തതായി പറയുന്നു. ജൂൺ 2020 മുതൽ ഒക്ടോബർ 2021 വരെ മാത്രം 155.99 കോടിയാണ് പിരിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് കേവലം 721.174 കോടി രൂപയാണ്. ടോൾ പിരിവിനുള്ള കാലാവധി 2026 ആയിരുന്നത് ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ വർഷം 2028 വരെ നീട്ടി നൽകിയിരുന്നു. 957 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. വലിയ ഒരു സംഖ്യയാണ് ഈ ടോൾ കമ്പനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി 2026 വരെയുണ്ടായിരുന്ന ടോൾ പിരിവിൻ്റെ കാലാവധി 2028 വരെ നീട്ടി കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ജനം സാമ്പത്തികമായി നട്ടം തിരിയുമ്പോൾ ഈ ടോളിൻ്റെ സംഖ്യ അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ച് ഇരിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതേസമയം ടോൾ നിരക്ക് വർഷാവർഷം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെയും ടോൾ പിരിവിനുള്ള കാലാവധി വർദ്ധിപ്പിച്ചതിനെതിരെയുമുള്ള കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കരാർ പ്രകാരം നിർമ്മാണ ചെലവ് ലഭിച്ചാൽ ടോൾ നിരക്കിന്റെ 40% കുറയ്ക്കണം എന്ന നിബന്ധനയും ഇനിയും നടപ്പായിട്ടില്ല. ന്യൂസ് 18 തൃശൂർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 141.40 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് രേഖപ്പെടുത്തിയത്. പ്രിൻസ് ചേരുകയാണ്. പ്രിൻസ്, ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്താണ് അവിടെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുകയാണോ? നീരൊഴുക്ക് കൂടുന്നതുകൊണ്ടായിരിക്കില്ല അല്ലേ ജലനിരപ്പ് ഉയരുന്നതും? ദിവ്യ, കഴിഞ്ഞ രാത്രിയിൽ കനത്ത് അതിശക്തമായ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് അനുഭവപ്പെട്ടത്. തേക്കടിയിലും പെയ്യാറിലും നമുക്ക് ശക്തമായ മഴ പെയ്തിരുന്നു. ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിലും അതിശക്തമായ മഴ തന്നെ ലഭിച്ചു.
തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയത്. 141.40 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഇന്നലെ 141 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നതോടെ തമിഴ്നാടും സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് നിർത്തിയിരുന്നു. ഒപ്പം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ അളവും കുറച്ചിരുന്നു. ഇന്ന് നിലവിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ്, ടണലിലൂടെ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1817 ഘനയടി വെള്ളത്തോളം ഇപ്പോൾ നിലവിൽ ടണലിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ നീരൊഴുക്ക് അതിശക്തമായി തുടരുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും 5617 ഘനയടിയോളം വെള്ളമാണ് ഓരോ സെക്കൻഡിലും ജലാശയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് അതായത് 140 അടിയിലേക്ക് അതിവേഗത്തിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വരും മണിക്കൂറുകളിൽ വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും മഴ തുടർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. ദിവ്യ. ശരി. കൊല്ലം ചവറ ചേന്നങ്കരമുക്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയ് മോൻ, സനൂപ് എന്നിവർക്കാണ് വെട്ടേറ്റത്. രാത്രി 7:30 സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രവീൺ ആണ് ഇരുവരെയും വെട്ടിയതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിച്ചു. പ്രാദേശിക തർക്കങ്ങളുടെ പേരിലായിരുന്നു ആക്രമണമെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. എന്നാൽ സംഭവവുമായി ഡിവൈഎഫ്ഐക്ക് ബന്ധമില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ വയനാട്ടിൽ പെൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കും. വയനാട് ലക്കിടി ഓറിയന്റൽ കോളേജിലെ 2ാം വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിക്കാണ് കുത്തേറ്റത്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ദീപുവിനെയും ഒപ്പമെത്തിയ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുഖത്ത് പരിക്കേറ്റ വിദ്യാർത്ഥിനി വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയനാട് ലക്കിടി ഓറിയന്റൽ കോളേജിലെ 2ാം വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിക്കാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ സാരമായി മുഖത്ത് പരിക്കേറ്റത്. സുഹൃത്തുക്കൾക്കൊപ്പം കോളേജിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ആക്രമണം. പ്രതി ദീപു സുഹൃത്തിനൊപ്പം ബൈക്കിലാണ് കോളേജ് പരിസരത്തെത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടവരാണ് ഇരുവരും. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ദീപുവിനെ നാട്ടുകാർ പിടികൂടി വൈത്തിരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പമെത്തിയ സുഹൃത്ത് ജിഷ്ണുവിനെ പോലീസ് അടിവാരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇവിടെ വരുന്ന സമയത്ത് കാണുന്നത് ആ കുട്ടി ഫുള്ള് ചോരയിൽ കുളിച്ചിട്ട് കാഷ്വാലിറ്റീൻ്റെ ഉള്ളിലാണ് കാണുന്നത്. പിന്നെ വെട്ടി പയ്യൻ അത് തൊട്ടടുത്ത റൂമിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഓറിയന്റൽ സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഡ്രസ്സ് ചെയ്യുന്നിടത്തൊക്കെ പോയി നോക്കി. ആ ഡ്രസ്സ് ചെയ്യുന്നിടത്തൊക്കെ സഹായിച്ചു കൊടുത്തു. ആ സമയത്ത് കാണുന്നത് ശരിക്കും കഴുത്തിനും കണ്ണിൻ്റെ പെട്ടയും അതുപോലെ തലയിൽ ഏകദേശം ഒരു 10-17ഓളം വെട്ടിയിട്ടുണ്ട്. അന്വേഷിച്ച് പറഞ്ഞത് നടുറോട്ടിലിട്ടിട്ടാണ് ലക്കിടി സന്നിഹാര ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് നടുറോട്ടിലിട്ടിട്ടാണ് വെട്ടിയത് കുട്ടീനെ. 23-കാരനായ ദീപു ദുബായിൽ നിന്ന് ഈയിടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഗൂഢാലോചനയ്ക്കും വധശ്രമത്തിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 വയനാട്. കോളത്ത് സ്വകാര്യ ഹോട്ടലിൽ വിദേശി ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തി. അമേരിക്കൻ പൗരനായ ഇർവിനെയാണ് ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. 77 വയസ്സുണ്ട്. ആഹാരമോ പരിചരണമോ ഇല്ലാതെ അവശ്യ നിലയിലായിരുന്നു ഇയാൾ. 1 വർഷം മുമ്പ് കോളത്തെത്തിയ ഇർവിൻ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. സഹായിയായിരുന്നാൽ ശ്രീലങ്കയിലേക്ക് പോയതോടെ ചികിത്സയും പരിചരണവും മുടങ്ങി. ഇന്നലെ വൈകിട്ടാണ് ഇദ്ദേഹത്തെ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം ജില്ലയിൽ 2ാം ഡോസ് കോവിഡ് വാക്സിൻ എടുത്തത് 53% പേർ മാത്രം. 98% ആളുകൾ 1ാം ഡോസ് വാക്സിൻ എടുത്തപ്പോഴാണ് 2ാം ഡോസ് എടുത്തവരുടെ എണ്ണത്തിൽ ഇത്രയും കുറവ്. വാക്സിൻ എടുക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടും 28,000-ലധികം പേർ 2ാം ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ല. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിലും കുറവ് വരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എടുക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടും 28,000-ലധികം പേർ 2ാം ഡോസ് വാക്സിൻ എടുത്തിട്ടില്ല. കോവിഡ് ബാധിച്ചതുകൊണ്ട് എടുക്കാതിരിക്കുന്നവരും മറ്റ് അസുഖങ്ങളുള്ളതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റില്ല എന്ന് കരുതുന്നവരും ഇതിലുണ്ട്. എന്നാൽ മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുന്നവർ വാക്സിൻ എടുക്കാൻ മടിക്കേണ്ടെന്ന് DMO പറയുന്നു. 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ നമുക്ക് തടയാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കോമോർബിഡിറ്റി ഉള്ളവർ, മറ്റ് അസുഖങ്ങളുള്ളവർ നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കണം. ഇപ്പോൾ പലപ്പോഴും മറ്റ് അസുഖങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ മറ്റ് അസുഖങ്ങളുള്ളവർക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്. അവരെ എടുത്ത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 98% പേരാണ് ആദ്യ ഡോസ് വാക്സിൻ എടുത്തത്. ഇതുവരെയും 53% പേർ മാത്രമാണ് 2ാം ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലാണ് 2ാം ഡോസ് ഏറ്റവും അധികം ആളുകൾ എടുക്കേണ്ടത്. ഇതിനുവേണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കും. അപ്പോൾ ഈ മാസം അടുത്ത മാസം ആദ്യമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്യൂ വരേണ്ടത്. കാരണം 3 മാസം മുമ്പ് എടുത്തവരാണ് ഇനിയിപ്പോൾ ഈ മാസങ്ങളിൽ. കഴിഞ്ഞും ഇവിടെ 10,000 അടുത്ത് ഉള്ള ഓരോ ഡെയിലി എടുത്തിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അത്രയും ഇതായിട്ട് എടുത്തുള്ളൊരു സ്ഥലത്ത് നമുക്ക് 10,000 ഇല്ല, 25,000 ഒക്കെ ഡെയിലി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ടുള്ള ആൾക്കാർ ഇനി വരാനുണ്ട്.
ജില്ലയ്ക്ക് ആവശ്യത്തിന് വാക്സിൻ ഡോസ് ലഭിക്കുന്നില്ല എന്നാരോപിച്ച് വലിയ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ആളുകൾക്ക് ആദ്യ ഡോസ് നൽകിയത്. എന്നാൽ ഈ ശ്രദ്ധയും ശുഷ്കാന്തിയും എല്ലാവർക്കും നഷ്ടമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് ഇനിയും പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാർത്തയിലേക്ക് വീണ്ടും. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഡൽഹി സന്ദർശനം തുടരുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഈ മാസം 29-ന് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് മമതയുടെ സന്ദർശനം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മമത BSFന്റെ അധികാര പരിധി വർദ്ധിപ്പിച്ചതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കും. പ്രതിപക്ഷ നേതാക്കളുമായും മമത കൂടിക്കാഴ്ച നടത്തും. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കം മമത നേരത്തെ ആരംഭിച്ചിരുന്നു. 2 മഹാപ്രളയങ്ങൾ, പെരുമഴ പോലെ പ്രഖ്യാപനങ്ങൾ, വിശദമായ പഠനം. എന്നിട്ടും നമ്മുടെ പ്രളയ ദുരിതം തീരുന്നില്ല. ദുരന്തത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? മുന്നൊരുക്കങ്ങൾ എങ്ങനെ? പുനർനിർമ്മാണം എങ്ങനെ? ന്യൂസ് 18 ക്യാമ്പയിൻ. രണ്ടു വർഷത്തിനു ശേഷവും പൂർത്തിയാകാത്ത കവളപ്പാറയിലെ പുനരധിവാസം. ആദിവാസി വിഭാഗങ്ങൾക്കുള്ള 32 വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഫണ്ട് കൃത്യമായി ലഭിക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാൻ കാരണം. 2019 ഓഗസ്റ്റ് 8-ന് രാത്രിയായിരുന്നു മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങിയത്. 59 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഒരു മേഖല പൂർണ്ണമായും മണ്ണിനടിയിലായി. തകർന്നുപോയതും താമസയോഗ്യമല്ലാതാവുകയും ചെയ്ത വീടുകളുടെ എണ്ണം 108. 6 മാസത്തിനകം എല്ലാവരെയും പുനരധിവസിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ 2 വർഷമായും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആദിവാസി വിഭാഗക്കാർക്കുള്ള 32 വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. രാഷ്ട്രീയ താൽപര്യങ്ങളും ഭരണാധികാരികളും ജനപ്രതിനിധിയും തമ്മിലുള്ള തർക്കവുമെല്ലാം കവളപ്പാറയിലെ പുനരധിവാസത്തെ വേഗിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഫണ്ടുകൾ ലഭ്യമാവുന്നതിന് തടസ്സമാകുന്നതും ഇതേ തർക്കമാണോ എന്ന സംശയമാണ് ഉയരുന്നത്. നിലമ്പൂർ MLA PV അൻവറും മലപ്പുറം മുൻ കളക്ടർ ജാഫർ മാലിക്കും തമ്മിലുള്ള തർക്കം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ആദിവാസി വിഭാഗക്കാർക്ക് ഭൂമിയും വീട് നിർമ്മിക്കാനുള്ള പണവും അനുവദിച്ചത്. 6 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് അവസാന ഗഡുവായ 2 ലക്ഷം കൂടി കിട്ടാനുണ്ട്. വീട് പൂർത്തിയാവാത്തതിനാൽ ഇപ്പോഴും ഇവരുടെ താമസം ക്യാമ്പിൽ തന്നെയാണ്. ഇന്ന് കിട്ടും, നാളെ കിട്ടും, ഇന്ന് കയറും, നാളെ കയറും വെച്ചും കൊണ്ട് ഞങ്ങൾ വെറുതെ അങ്ങനെ ബാങ്കിൽ കയറി ഇറങ്ങാന്നല്ലാതെ ഞങ്ങൾക്ക് പൈസ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 2 ലക്ഷം കൂടി കിട്ടാനുണ്ട്. അതും കൂടെ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ആ ക്യാമ്പിൽ കിടന്നിങ്ങനെ നിറയിക്കേണ്ടി വരും. പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വീടുകളുടെ നിർമ്മാണം വൈകിക്കുന്നതെന്ന് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി കോടതിയെ സമീപിച്ച പഞ്ചായത്ത് അംഗം ദിലീപ് ആരോപിക്കുന്നു. കുറെ ആളുകൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ ഈ ഒരു 32 കുടുംബങ്ങൾ താമസിക്കരുത് എന്ന വാശി ഇതിൽ കുറച്ച് ആളുകൾക്ക് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമി തന്നെ അന്ന് ജാഫർ മാലിക് സാർ കണ്ടെത്തിയിട്ടുള്ള 9.25 ഏക്കർ ഭൂമിയിൽ തന്നെയുള്ള ഈ 3 ഏക്കർ 57 സെന്റ് സ്ഥലം നമ്മളന്ന് കോടതിയൊക്കെ ഇടപെട്ട് കണ്ടെത്തിയതൊക്കെ. ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് മുടക്കുന്നതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും പ്രാദേശികമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ നിർമ്മാണവും പൂർത്തിയാക്കരുത് എന്ന ഒരു ഗൂഢ ലക്ഷ്യം ഇതിന് പുറകിലുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഫണ്ട് ലഭ്യമാകാനുള്ള താമസം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് പുനരധിവാസം 90% പൂർത്തിയായി കഴിഞ്ഞെന്നും ബാക്കിയുള്ളവ ഉടൻ തന്നെ തീർക്കുമെന്നുമാണ് MLA PV അൻവറിന്റെ വിശദീകരണം. ആ 32 വീടുകൾ മാത്രമാണ് ഇനി പണി പൂർത്തീകരിക്കാനുള്ളത്. മറ്റു മുഴുവൻ പുനരുദ്ധാരണവും പൂർത്തീകരിച്ചു. ഒരു വീട് പോലും, ഒരു വ്യക്തി പോലും അവിടെ ഇനിയൊന്നും സർക്കാരിന്റെ സഹായം ലഭ്യമാകേണ്ടതായിട്ടില്ല. ഫണ്ട് ലഭിച്ചാൽ 3 മാസത്തിനകം പുനരധിവാസം പൂർത്തിയാകും. ജനപ്രതിനിധികളും ഭരണാധികാരികളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ പുനരധിവാസം ഇതിനു മുൻപേ പൂർത്തിയാക്കാമായിരുന്നുവെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കാർട്ടൂണുകളിലൂടെയുള്ള വിമർശനം വിവാദങ്ങൾ ഭയന്ന് അവസാനിപ്പിക്കില്ലെന്ന് കാർട്ടൂണിസ്റ്റ് അനൂപ് രാധാകൃഷ്ണൻ. ലളിത കലാ അക്കാദമി അവാർഡ് കിട്ടിയ കാർട്ടൂണിലൂടെ ഭരണാധികാരികളെയല്ല കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ചകളാണ് തുറന്നുകാട്ടിയതെന്നും അനൂപ് പറയുന്നു. ലളിതകലാ അക്കാദമി സ്വതന്ത്ര കാർട്ടൂണിസ്റ്റുകൾക്കായി നടത്തിയ മത്സരത്തിൽ പ്രത്യേക പരാമർശം നേടിയതോടെയാണ് വിവാദങ്ങൾ കൊഴുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം പേജിൽ കാർട്ടൂൺ പോസ്റ്റ് ചെയ്ത് വിമർശനം ഉന്നയിച്ചു. പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അരങ്ങേറിയതെന്ന് അനൂപ് രാധാകൃഷ്ണൻ പറയുന്നു. ആദ്യ കോവിഡ് തരംഗത്തിൽ രാജ്യത്ത് പ്രതിരോധത്തിലുണ്ടായ വീഴ്ചകളാണ് കാർട്ടൂണിലൂടെ തുറന്നു കാട്ടിയതെന്നും അനൂപ്. പൊളിറ്റിക്കൽ കാർട്ടൂണുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ അതാത് സമയത്ത് രാഷ്ട്രീയത്തെയോ ന്യൂസുകളെയോ ഒക്കെ അടിസ്ഥാനമാക്കിയാണ് വരയ്ക്കുന്നത്. അത്തരം ന്യൂസുകൾക്ക് ഒരുപക്ഷെ 1 കൊല്ലം കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ പ്രസക്തി ഇല്ലാതാവാം. ഈ പറഞ്ഞ വിഷയം ഇപ്പോഴും നടക്കുന്നുണ്ട്.
ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഗോമൂത്രം കൊറോണ മാറ്റി വന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വരച്ച ഒരു കാർട്ടൂണാണിത്. എനിക്കെതിരെ വന്ന ആരോപണം 100 കോടി വാക്സിൻ കൊടുത്ത ഇന്ത്യയെ അപമാനിക്കുന്നു എന്നുള്ളതാണ്. 2021 ഒക്ടോബറിലാണ് ഇന്ത്യ ആ നേട്ടം കൈവരിച്ചത്. 2020 മാർച്ചിൽ വരച്ച കാർട്ടൂണിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. വിവാദങ്ങൾ ഭയന്ന് സാമൂഹ്യ വിമർശനം അവസാനിപ്പിക്കില്ല. ഫേസ്ബുക്കിലാണ് കാർട്ടൂൺ ആദ്യം പോസ്റ്റ് ചെയ്തത്. 250 ലൈക്കും വിരലിലെണ്ണാവുന്ന ഷെയറും ഉണ്ടായിരുന്ന കാർട്ടൂൺ വിവാദത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിയതിന്റെ സന്തോഷവും അനൂപ് മറച്ചുവെക്കുന്നില്ല. കാർട്ടൂൺ രാജ്യദ്രോഹമെന്ന് ആരോപിച്ച് ഹൈന്ദവീയം എന്ന സംഘടന നൽകിയ ഹർജിയിൽ അനൂപിനും ലളിതകലാ അക്കാദമിക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. PGയുടെ പുസ്തകലോകം ഇനി നാടിന് സ്വന്തം. മാസ്റ്റർ സൈദ്ധാന്തികൻ P. ഗോവിന്ദപിള്ളയുടെ വിപുലമായ പുസ്തകശേഖരം കുടുംബം PG സംസ്കൃതി കേന്ദ്രത്തിന് കൈമാറി. പെരുന്തന്നയിലെ മുളയ്ക്കൽ വീട്ടിൽ PG റഫറൻസ് ലൈബ്രറി CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അറിവും ചിന്തയും കൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച 2 അക്ഷരം PG. ആഴത്തിലുള്ള വായനയും പഠനവും ജീവിതവ്രതമാക്കിയ PGക്ക് അടങ്ങാത്ത ആഗ്രഹം പുസ്തകങ്ങളോട് മാത്രമായിരുന്നു. അതിന് തെളിവാണ് മുളയ്ക്കൽ വീട്ടിലെ പുസ്തകലോകം. 17,500-ലേറെ പുസ്തകങ്ങൾ, PGയുടെ വിലമതിക്കാനാകാത്ത സമ്പാദ്യം. അതാണ് CPM നേതൃത്വത്തിലുള്ള PG സംസ്കൃതി കേന്ദ്രം ഏറ്റെടുത്തത്. വരുമാനത്തിൽ ഏറിയ പങ്കും P. ഗോവിന്ദപിള്ള മാറ്റിവെച്ചത് പുസ്തകങ്ങൾ വാങ്ങാനായിരുന്നുവെന്ന് മകൾ R. പാർവതി ദേവി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പുസ്തകങ്ങൾ വാങ്ങുക, വായിക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഊണും ഉറക്കവും അല്ലാത്ത ഏതാണ്ട് മുഴുവൻ സമയവും വായന എന്നുള്ളതാണ്. പലപ്പോഴും കടം പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. മാസത്തിൽ പെൻഷൻ കിട്ടുമ്പോൾ അത് ഒരുമിച്ച് അവിടെ കൊണ്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു പുസ്തകത്തിനോടുള്ള ഒരു ഭ്രാന്തമായ ഒരു അഭിനിവേശമായിരുന്നു. PG റഫറൻസ് ലൈബ്രറി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്നുറപ്പ്. PGയുടെ വീട്ടിൽ പ്രവർത്തനം തുടങ്ങിയ ലൈബ്രറി ഭാവിയിൽ കൂടുതൽ സൗകര്യങ്ങളോടെ മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. മൂന്നാർ KSRTC സ്ലീപ്പർ കോച്ച് പദ്ധതി വൻ വിജയം. ഒരു വയസ്സ് പിന്നിടുന്ന പദ്ധതിയിലൂടെ ഡിപ്പോയ്ക്ക് ലഭിച്ചത് 14 ലക്ഷത്തിലധികം രൂപയാണ്. കഴിഞ്ഞ വർഷം നവംബർ 14-നാണ് KSRTC വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ 100 രൂപ നിരക്കിൽ സ്ലീപ്പർ കോച്ചുകൾ തയ്യാറാക്കിയത്. 16 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 7 ബസ്സുകളാണ് KSRTC മൂന്നാർ ഡിപ്പോയിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 12,073 പേരാണ് ബസ്സുകളിൽ താമസിച്ചത്. 14 ലക്ഷത്തിലധികം രൂപയാണ് ഇതിലൂടെ KSRTCക്ക് ലഭിച്ചത്. പദ്ധതി വൻ വിജയമാണെന്ന് അധികൃതർ പറഞ്ഞു. ഒത്തിരി പേര് ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ റേറ്റിൽ 100 രൂപ നിരക്കിൽ നല്ല രീതിയിൽ അവർക്ക് മൂന്നാർ വരുമ്പോൾ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ KSRTCക്ക് നല്ല ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നല്ല വിജയമാണ് ഇതുവരെ ഉള്ളത്. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാന വർധനവിന്റെ ഭാഗമായി MD ബിജു പ്രഭാകറിന്റെ ആശയത്തെ തുടർന്നാണ് സ്ലീപ്പർ കോച്ച് പദ്ധതി തുടങ്ങിയത്. പദ്ധതി വിജയമായതിനെ തുടർന്ന് ഈ വർഷം ജനുവരി 1 മുതൽ ടോപ്പ് സ്റ്റേഷനിലേക്കും ഫെബ്രുവരിയിൽ കാന്തല്ലൂരിലേക്കും 2 സെറ്റ് സീയിങ് സർവീസും തുടങ്ങിയിരുന്നു. ന്യൂസ് 18 മൂന്നാർ. ഇന്ധന വിലക്കയറ്റത്തിൽ വാഹനം പുറത്തിറക്കുന്നത് ആശങ്കയായി മാറുന്ന കാലത്ത് സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രിക് സൈക്കിൾ യാത്ര നടത്തുകയാണ് ഒരു കുട്ടി ശാസ്ത്രജ്ഞൻ. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി സയ്യിദ് ഹാഷിമാണ് ഈ താരം. വീട്ടിലുണ്ടായിരുന്ന സൈക്കിളിൽ പരീക്ഷണം നടത്തിയാണ് തിരൂരങ്ങാടി AR നഗർ സ്വദേശി ഹാഷിം ഇലക്ട്രിക് സൈക്കിളിന് രൂപം നൽകിയത്. 1 മാസം കൊണ്ടാണ് ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചെടുത്തത്. മോട്ടോറും ബാറ്ററിയും ഘടിപ്പിച്ച് തെർമോക്കോളും ഫ്ലെക്സ് ഷീറ്റും ഉപയോഗിച്ചു സൈക്കിളിനെ ബൈക്കിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. 48 വോൾട്ട് 750 വാട്ട്സിന്റെ BLDC മോട്ടർ, പിന്നെ UPSനുള്ള 4 ബാറ്ററി, ഇതൊക്കെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ പിന്നെ ഉള്ളത് ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ, പിന്നെ അതേപോലെ തന്നെ ഹോണ്, പിന്നെ ലൈറ്റ് LED വെച്ചുണ്ടാക്കി, പിന്നെ ഡിസ്പ്ലേ ഇതിനെ കൂടെ ഈ ഒരു മേടിച്ച കിറ്റിൽ നിന്ന് കൂടെ കിട്ടി വരുന്നുണ്ട്. അത് ഞാനൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി ഫിറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ടാങ്ക്, തെർമാക്കോളും പിന്നെ അതേപോലെ മൾട്ടിവുഡൊക്കെ വെച്ച് ആ രൂപത്തിലാക്കിയെടുത്താണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിളിനെ സോളാറിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഹാഷിം ഇപ്പോൾ. വേഗതയും കിലോമീറ്ററും അറിയാൻ കേടായ സ്മാർട്ട് ഫോൺ ഘടിപ്പിച്ച് സൈക്കിളിൽ ഡിസ്പ്ലേയും ഒരുക്കിയിട്ടുണ്ട്. ഇന്ധനവില കത്തിക്കയറുമ്പോൾ ചില്ലറ ഓട്ടങ്ങളിലെ ചിലവ് കുറയ്ക്കുകയാണ് സൈക്കിളിലൂടെ.
ഇതിപ്പോൾ സ്വിച്ച് നെക്കിയിട്ടാണ് പോവുക. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ഇതിന്മേൽ ഓടിച്ച് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചെറിയ നോബ് ഫിറ്റ് ചെയ്തിരുന്നു, ഈ സൗണ്ടൊക്കെ കൂട്ടിയും കുറക്കാൻ കഴിയണം. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് ഇട്ടിട്ട് അറിയാത്തവർക്ക് അങ്ങനെ ഓട്ടി പഠിക്കുകയും ചെയ്യാം. അതാകുമ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ ഓടിക്കാൻ ഒന്നും കൂടി എളുപ്പമാവും. ബിസിനസ്സുകാരനായ പിതാവ് ജാഫർ കോയത്തങ്ങൾ ഹാഷിമിനുള്ള എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്. കോഴിക്കോട് കാരന്തൂർ മർക്കസ് സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് ഹാഷിം. കൊമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിലും ഇലക്ട്രോണിക്സ് വിഷയങ്ങളിലാണ് ഹാഷിമിന്റെ അഭിരുചി. സ്കൂൾ ശാസ്ത്രമേളകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ 16-കാരന് തന്റെ കണ്ടുപിടുത്തങ്ങൾ പരിചയപ്പെടുത്താൻ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. ന്യൂസ് 18 തിരൂരങ്ങാടി. ഇനി കായിക വാർത്തകൾ നോക്കാം. ഒമാനിൽ നടക്കുന്ന ബ്ലൈൻഡ് ഫുട്ബോൾ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഗോൾ കീപ്പർമാർ ഉൾപ്പെടെ 3 മലയാളികൾ ടീമിൽ ഇടം പിടിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ടീമിന്റെ ജേഴ്സി പ്രകാശനവും നടന്നു. ഒമാനിലെ മസ്കറ്റിൽ നവംബർ 25, 27 തീയതികളിലായി നടക്കുന്ന ചലഞ്ച് ബ്ലൈൻഡ് ഫുട്ബോൾ സൗഹൃദ മത്സരത്തിലേക്കുള്ള 8-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 2 ഗോൾ കീപ്പർമാർ ഉൾപ്പെടെ മലയാളികളായ 3 പേർ ടീമിൽ ഇടം നേടി. ഇവരിൽ അനീഷ് MK ആണ് കേരളത്തിനു വേണ്ടി കളിക്കുന്ന ഏക ബ്ലൈൻഡ് താരം. ഉത്തരാഖണ്ഡ്, ഡൽഹി, കൊൽക്കത്ത, മേഘാലയ, ഗുജറാത്ത്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റു താരങ്ങൾ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹെഡ് കോച്ച് സുനിൽ ജെ മാത്യു ആണ് ടീമിനെ പ്രഖ്യാപിച്ചത്. തുടക്കം ഞങ്ങളിപ്പം പാരാഒളിമ്പിക്സിൻ്റെ ഒരു ക്വാളിഫയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5th ആയിരുന്നു. ഫസ്റ്റ് 4 പോയി. അപ്പം ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് 4 വന്നാൽ ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് എയിം വേൾഡ് കപ്പിന് ക്വാളിഫൈ ആണ്. ഞങ്ങളുടെ വേൾഡ് കപ്പ് 2023 അതിൻ്റെ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയേഴ്സ് നെക്സ്റ്റ് ഇയർ ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് 4 വരുന്ന ടീംസ് വേൾഡ് കപ്പിൽ പോകും. നമ്മളൊരു സോളിഡ് പുഷ് കൊടുത്ത് ആദ്യം വേൾഡ് കപ്പിൽ കയറാൻ നോക്കുന്നു, പിന്നെ അവിടുന്ന് പാരാഒളിമ്പിക്സ്. ഇന്ത്യൻ ടീമിന്റെ പുതിയ ജേഴ്സിയുടെ പ്രകാശനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. ബ്ലൈൻഡ് ഫുട്ബോൾ ടൂർണമെന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം തേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. വേൾഡ് കപ്പ് എന്ന ഒരു സ്വപ്നത്തിലേക്ക് നടന്നു കയറണമെങ്കിൽ സർക്കാരുകളുടെ കൂടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കുറേ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാം ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും യാത്രാ ചെലവിന് പോലും വലിയ പ്രയാസം നേരിടുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര ബ്ലൈൻഡ് ഫുട്ബോൾ ഫൗണ്ടേഷനുമായി ചേർന്ന് ഒമാൻ പാരാലിമ്പിക് കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 2 മത്സരങ്ങളുള്ള പരമ്പരയ്ക്കായി 24-ന് ഇന്ത്യൻ ടീം ഒമാനിലേക്ക് തിരിക്കും. വിജയത്തിലൂടെ റാങ്കിംഗ് മെച്ചപ്പെടുത്തിയാൽ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കാമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18.com.